ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഇന്നോളം മദ്രസയിൽ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ പടയിലാണ്. അപ്പോൾ ഇന്നലെ നേരത്തെ എണീറ്റുണ്ടായിരുന്നു. കുട്ടികൾക്ക് 6:15 മനുവിനും ആദ്യമോനും 6:15 പരീക്ഷ തുടങ്ങി കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഓലൊക്കെ മദ്രസക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ പൊന്നൂസൊക്കെ എണീറ്റ് വന്നിക്കണ്. അപ്പോൾ ഇന്നിവിടെ പത്തിരി പരിപാടിയാണ് കേട്ടോ. നെയ്സ് പത്തിരിയാണ്, ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നെയ്സ് പത്തിരി ഉണ്ടാക്കുള്ളൂ. അത് നോമ്പിന് പിന്നെ സ്ഥിരമായിട്ട് നെയ്സ് പത്തിരി കാരണം, പക്ഷേ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നെയ്സ് പത്തിരി മടിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നേരത്തെ കുട്ടികളെ കൂടെ കുട്ടികളെ വായിപ്പിക്കാനൊക്കെ ആയപ്പോൾ നേരത്തെ എണീറ്റും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ പത്തിരി അങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പ്രസ് അമർത്തൽ മാത്രമേ ഉള്ളൂ കേട്ടോ, പരത്തണമൊന്നുമില്ല. പരത്തിയാലാണ് ഇവിടെ ഇഷ്ടം, പക്ഷെ ഞാൻ പരത്താൻ നിൽക്കണേ. നന്നായിട്ട് പ്രസ്സിൽ അമർത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റുള്ള അവല് വേണമെന്ന് പറഞ്ഞാൽ അവല് വായിക്കുമായിരുന്നു. അവല് മതിയാക്കി പോയി. നിങ്ങൾ ഞാൻ പത്തിരിയാണോ? ഇനി പത്തിരിയാണോ? അങ്ങനെ പൊന്നൂസിനെ ഇപ്പച്ചി ആക്കിത്തരാന്ന് കുറച്ച് നേരം നിന്നിട്ടാം. അതിൽ ഇപ്പച്ചിക്ക് വേറെ ഏതോ ഓട്ടം പോവാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്തുള്ള പെരുത്ത കുട്ടികളും പൊന്നൂസും കൂടി അങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിക്കണം കേട്ടോ. അവരങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ അതാണ് മുഖമൊക്കെ വാടിയിരിക്കണത്. ഇപ്പച്ചി ആക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാ. അപ്പോൾ പിന്നെ ഇപ്പച്ചിക്ക് എങ്ങോട്ടാ പോവാണ്ടായപ്പോൾ പിന്നെ ഇപ്പച്ചിനെ കാത്തിക്കാതെ ഓള് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ പൊന്നൂസിന് മദ്രസക്ക് പോയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ മുറ്റത്തേക്ക് ഇറക്കി കൊടുക്കും ഞാൻ കേട്ടോ ഒരു കുട്ടികളുടെ അടുത്തേക്ക്. അല്ലെങ്കിൽ പിന്നെ എന്നും ഓളും മനും കൂടെ പോയി രാവിലെ തുടങ്ങും. ഇന്ന് പിന്നെ 7:15 കേട്ടോ പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ അവരൊക്കെ പോയി. ഇനി ചായക്കടി മുഴുവനാക്കാണ്ട് പത്തിരി ചുടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുറ്റടിക്കാൻ ഇറങ്ങാൻ. പിന്നെ ഇതാ നമ്മൾ കറ്റാർവാഴ മയത്ത് കുറേ കേട് വന്നിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ വേറെ ചട്ടിക്ക് തൈകളൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ആ തൈകളൊക്കെ ചീഞ്ഞ് പോവട്ടോ. പിന്നെ ഇതാ നമ്മൾ അടിയിൽ ലൈറ്റൊക്കെ കുട്ടികൾ ഇട്ട് പോയതായിരുന്നു ഓഫീസ് റൂമിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അച്ചുട്ടി നീച്ചിട്ടില്ല, സ്കൂളുണ്ട്, ഒക്കെ പരിപാടികളാണ് കേട്ടോ. അങ്ങനെ ഇതാ പത്തിരി നമ്മൾ പരത്തിയില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് പത്തിരി തന്നെയാണ്, നല്ല പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി നന്നാവണമെങ്കിൽ പത്തിരി നന്നാവും കേട്ടോ. പത്തിരി ഞാൻ ഇവിടെ പരത്താതെ ചുടലില്ല കേട്ടോ. ഇന്ന് പിന്നെ നല്ല നൈസ് പത്തിരിയാണ്. അപ്പോൾ നല്ല പ്രസ്സുമാണ് അമർത്തിയിട്ട് തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഗ്യാസ് അടുപ്പ് ഒന്ന് മാറ്റിയിട്ടാ. അതുകൊണ്ട് തന്നെ സുഖമാണ് കേട്ടോ. കാരണം ഒരടുപ്പ് മാത്രമേ കത്തണുള്ളായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയതുകൊണ്ട് തന്നെ ഇപ്പോൾ കറിയും പത്തിരിയും ഒക്കെ വേറെ വേറെ അടുപ്പത്ത് ഉണ്ടാക്കണം. മറ്റേ ഒന്ന് കഴിഞ്ഞിട്ട് വേണം മറ്റേ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഏതായാലും ഇക്ക പുതിയൊരു അടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഉപകാരം തന്നെയാണ് കേട്ടോ. രാവിലത്തെ നമ്മൾ തിരക്കിനിടയിലൊക്കെ ഒരു അടുപ്പത്ത് ഇങ്ങനെ കത്തിക്കണേക്കാട്ടി നല്ലതാണ് രണ്ടടുപ്പും കൂടി കത്തിക്കുമ്പോൾ. അങ്ങനെ ഏതായാലും കുറച്ചൊരു പണിക്കൊരു ആക്കം കിട്ടിയിരുന്നു. കുറേ ദിവസമായിട്ട് ഗ്യാസ് അടുപ്പ് ഒന്ന് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ വട്ടം നമ്മളെ ഗ്യാസ് അടുപ്പ് നന്നാക്കിട്ടാ. കുറ്റി വാങ്ങിയപ്പോൾ കിട്ടിയ അടുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ അടുപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് പോയിട്ട് എപ്പോഴും ഇങ്ങനെ അതിൻ്റെ സ്വിച്ചും പിന്നെ അതുപോലെ ബർണറൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പറഞ്ഞു പുതിയതൊന്ന് വാങ്ങണം, ഇത് വേണ്ടാന്ന്. അപ്പം ഏതായാലും ഇപ്പോൾ 2 ദിവസമായിട്ടാണ് സാധനം മാറ്റി കൊണ്ടുവന്നു. ഇക്ക വേറൊരു ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. പുതിയൊരു അടുപ്പും കൊണ്ട് പെട്ടെന്ന് വന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒത്തിരി ആശ്വാസം കേട്ടോ നമ്മളെ പണികളൊക്കെ. അങ്ങനെ ഇതാ നമ്മളെ കറി പത്തിരി ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അല്ലുട്ടി നീച്ച് വന്ന് ചായയോടി തുടങ്ങിയിരിക്കണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഓരോരുത്തർ വരുമ്പോൾ ചായ ചൂടാക്കി കൊടുക്കലാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് എത്തൂല. അപ്പോൾ പൊന്നൂസാണെങ്കിൽ മദ്രസക്കൊക്കെ പോയിക്കണ്. ഇടയിൽ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് തറവൾ മാത്രമേ ഉള്ളൂ പെട്ടാ. മറ്റേത് കൂട് നിറയെ കോഴിക്കളായിരുന്നു. അപ്പോൾ കോഴിക്കളൊക്കെ കുറുക്കാൻ പിടിച്ചിട്ട് നായ്ക്കൾ പിടിച്ചിട്ടൊക്കെ നായ്ക്കളൊക്കെ കൊണ്ട് ശല്യം കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആകെ ഒരു 3 താറാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിന് കാടമുട്ടയുണ്ട്, പിന്നെ താറാവ് ഇടുന്ന മുട്ടയുണ്ട് കേട്ടോ. താറാവ് മുട്ട കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമില്ല, പക്ഷെ എന്നാലും താറാവ് മുട്ടയെന്ന് അറിയാതെ കുട്ടികൾക്ക് പൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോഴിക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ഇഷ്ടം പോലെ മുറ്റം നിറയെ കോഴിക്കളായിരുന്നു കേട്ടോ. ഇങ്ങനെ കോഴിക്കൾ പറ്റില്ലാണ്ടായിട്ടേനില്ല കേട്ടോ. അപ്പോൾ അവർക്കുള്ള കുറച്ച് കുട്ടികളെ അവലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർ പാത്രത്തിൽ കുറച്ച് ചോറും കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചോറ് തിന്നാനായിട്ട് താറാവുകൾ കൊണ്ട് വരുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറേൻ്റെ ലൈറ്റ് കണ്ടിട്ടേ കാരണം കാണുന്നിടത്തോളം മാറിപ്പോവും കേട്ടോ. അപ്പോൾ എന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല അവരെ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. കുട്ടികളെ പറഞ്ഞയക്കണ തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ മക്കളെല്ലാവരും സ്കൂൾക്ക് പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ പോകുമ്പോൾ അടുക്കളയിൽ വന്നുള്ള കോലാണ് കേട്ടോ. അത് ഇനി കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാനും അടിക്കാനും തുടക്കാനും ഒക്കെ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിൽക്കല് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിച്ചിട്ടൊന്നും പുറത്ത് പോവാണ്, മലപ്പുറം വരെ ഒന്ന് പോവാണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളിവിടെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗം പോകണം. അപ്പോൾ ഇന്നലെ വെച്ച കുമ്പളങ്ങ കറി ഉണ്ട് കുറച്ച്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കും ഇക്കാക്കും ഉച്ചയ്ക്കുള്ള കറിയുണ്ട്. പിന്നെ ഇതാ ഇവിടെ വൈതളങ്ങ ഉപ്പേരി വെച്ചിട്ടാണ്. കടുകില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇട്ടുകൊണ്ട് താളിച്ചുകൊണ്ട് വൈതളങ്ങൻ്റെ ഉപ്പേരി അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കുള്ള കോരമീനും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ഇതിന് ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചാൽ പെട്ടെന്ന് പോവണ്ട. അപ്പോൾ ബാങ്കിലൊന്ന് കയറണം, പിന്നെ മലപ്പുറം ഒന്ന് പോകണം. അതൊക്കെയാണ് കേട്ടോ മനസ്സിൽ പ്ലാനുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഏകദേശം കഴിയും കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് തിരുമ്പാൻ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. മക്കളെ യൂണിഫോമായിട്ടും എല്ലാം 5 ആളതും പിന്നെ ഞങ്ങളതും മൊത്തം 7 ആളില്ലേ വീട്ടിൽ. എല്ലാവരും 2 ഈച്ച കൂട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി തിരുമ്പിടണം. 12 മണി ആ നേരത്താണ് ഇക്ക വരാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് തിരുമ്പിടാനുള്ള ടൈം കിട്ടും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ ബാഗൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലുട്ടിൻ്റെ വാച്ചൊക്കെ കയ്യിൽ കിട്ടി. അല്ലുമോൻ്റെ വാച്ചാണ്. അപ്പോൾ ഏതായാലും പള്ളിപ്പടി ആദ്യം അങ്ങാടി പോയി ബാങ്കിൽ പോവാം, പിന്നെ മലപ്പുറം പോവാം. അതൊക്കെയാണ് പരിപാടി കേട്ടോ. അങ്ങനെ ഇക്ക 12 മണി ആകുമ്പോഴത്തേന് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഇക്കാനെ കിട്ടിയില്ല. ഇക്ക വേറെ ഏതോ ഓട്ടം പോയി. അപ്പോൾ പിന്നെ ഞാൻ നാളെ പോവാറുണ്ട്. അപ്പോൾ പിന്നെ നിന്നില്ല. ഏതായാലും പണികളൊക്കെ തീർത്ത് തിരക്കിട്ട് പോവാൻ നിന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അച്ചുട്ടിന് കൈ പിടിച്ച് പോവായിട്ട് എന്തോ പോലെ കേട്ടോ. ഒറ്റയ്ക്ക് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. ആരെങ്കിലും ഒരാളിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അച്ചുട്ടിയും കൂടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആരും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് അയക്കണം. നടന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ച്. കാരണം വണ്ടി വിളിച്ചാൽ നിന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. മിനിമം ചാർജ് 40 രൂപേൻ്റെ ഓട്ടം ഉണ്ട് കേട്ടോ. വണ്ടി വിളിച്ചാൽ നിന്നില്ല. അങ്ങനെ നടന്നിട്ട് സാവധാനം ഇങ്ങനെ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മളിവിടെ ബാങ്കിലെത്തിട്ടോ. ബാങ്കിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ലഞ്ച് ടൈം ആയി തുടങ്ങിയിരുന്നു കേട്ടോ. ആ ടൈമിലാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ചെറിയൊരു കുറി നടത്തുന്നുണ്ട് കേട്ടോ. കുറി എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ പാടെ കൂടി കാണും ചെറിയൊരു ഡെപ്പോസിറ്റ് ഇട്ട ഒരു കുറി കേട്ടോ. അപ്പോൾ മാസത്തിലാണ് അത് ഉണ്ടാവുക. മാസത്തിൽ നറുക്കെടുക്കും. ആർക്കാണോ കിട്ടുന്നത് ആർക്ക് എല്ലാവരും കൂടി കളക്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ പൈസ ഇടാനും എടുക്കാനൊക്കെ പാടായിട്ട് അക്കൗണ്ടിലിട്ട് ഒക്കെ എടുക്കാനായിട്ട് ഞാൻ ബാങ്കിലേക്ക് വന്നതാട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മലപ്പുറത്തേക്ക് പോകാണ്ട് പോക്കും ക്യാൻസലായിട്ടാ. അങ്ങനെ ഗൈസ് നമ്മൾ കടയിലൊക്കെ പോയി കുട്ടികൾക്കുള്ള ബ്രെഡും മിഠായിയും ഒക്കെ വാങ്ങിയിട്ടാ. പിന്നെ മലപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അടക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ മലപ്പുറത്തേക്കുള്ള പോക്ക് ക്യാൻസലായിട്ടാണ്. ഇക്ക പറഞ്ഞു മലപ്പുറത്തേക്ക് പിന്നെ പോവാമെന്ന് പറഞ്ഞു. കാരണം കുറേ നേരം വൈകിട്ട് അവിടെ ഇരുന്നിട്ട് ബാങ്കിൽ ഇരുന്നിട്ട് അപ്പോൾ നേരെ പെരീക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അവിടുന്ന് ബാങ്ക് പോയിട്ട് നേരെ പെരീക്ക് തന്നെ പോകുന്നു. കുട്ടികൾക്ക് കുറച്ച് മിഠായും കുറച്ച് മറ്റേ പാൽക്കോവ എന്ന് പറഞ്ഞ ആ ബോക്സിൻ്റെ മിഠായും കുറച്ച് കോപ്പിക്കോ മിഠായി കുറച്ചൊക്കെ വാങ്ങിയിട്ട് പോന്നിട്ടാണ്. അപ്പോൾ ഇതാ കോപ്പിക്കോ 2 എണ്ണം ഞാനും തിന്നാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കയ്യിൽ പിടിച്ച് നടന്ന് പോരുമ്പോഴും നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അങ്ങനെ നടന്നിട്ട് സാവധാനം ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പം റോട്ടിലൊന്നും ആളില്ല കേട്ടോ. കാണുന്ന പുല്ലും അതുപോലെ തന്നെ തെച്ചിപ്പൂവും ഒക്കെ ഓരോന്ന് ഇങ്ങനെ പൊട്ടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ സാവധാനം ഇങ്ങനെ നടന്ന് പോരുകയാണ് കേട്ടോ. ഏതായാലും കുഴങ്ങി. ഇപ്പോൾ തോന്നി വണ്ടി വിളിച്ച് പോന്നാൽ മതിയായിരുന്നു അങ്ങാടിയിൽ നിന്ന്. കാരണം കുഴങ്ങിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടത്തായപ്പോൾ തന്നെ. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വരുമ്പോഴത്തിന് ഏതായാലും എത്താൻ പറ്റിയിട്ടുണ്ട്. നേരം ഇവിടെ 4 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ എത്താറായി. വീട് കുറച്ചുകൂടി നടന്നാൽ മതി. അപ്പോൾ അച്ചുട്ടി നേരത്തെ വരുമല്ലോ. അപ്പോൾ അച്ചുട്ടി വരുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മലപ്പുറത്തേക്ക് പോകാതിരുന്നത് കേട്ടോ. ബാങ്കിൽ നിന്ന് വരാൻ നേരം വൈകി.
അപ്പോൾ പിന്നെ ബാങ്കിൽ നമ്മൾ യൂട്യൂബ് കൊടുക്കാനുള്ള സ്വിഫ്റ്റ് കോഡ് ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരൊക്കെ വേണം. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് ഞാൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകി. അങ്ങനെ ഇതാ ഗൈസ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക എത്തിയിട്ടില്ല. അല്ല കുഴങ്ങി തളർന്നിട്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം വെള്ള കസേരയിലൊന്നും ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.